പരിചയപ്പെട്ട് വരുമ്പോ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോ ചേട്ടനൊന്നു മോളെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് ജസ്റ്റ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. വൈബ്രന്റ് വിദ്യയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വ്ളോഗാണ്. കാരണം ഞാൻ എപ്പോഴും കൊല്ലത്തുള്ള വീഡിയോസാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ അനിയത്തിമാരുമായിട്ടുള്ളൊരു വ്ളോഗാണ്. തീർച്ചയായിട്ടും വീണമോളുണ്ട്, അച്ചുമോളുണ്ട്, പിന്നെ കൂടെ മണിലാൽ ചേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ 1 ഡേ ട്രിപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറച്ച് രുചികളും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കവർ ചെയ്യാനായിട്ട്. അപ്പോൾ 1 ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞാലും നമുക്ക് ഒരിക്കലും ട്രിവാൻഡ്രം ഒരു ദിവസം കൊണ്ട് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കത്തില്ല. എന്നാലും ഒരു 5-6 വ്ളോഗായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനലിൻ്റെ കൂടെ റീമോളുടെ ചാനലിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ തരുന്നതായിരിക്കും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ട്രിവാൻഡ്രത്ത് പോകുന്ന കാഴ്ചകളും എല്ലാം ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ പുതിയ എൻ്റെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മയ്യനാട് താനി പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിന്ന് ശാന്തസുന്ദരമായ ഈ ഗ്രാമത്തിലൂടെ ഈ താനി പാലത്തിലൂടെ യാത്ര ചെയ്തു പോകാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കൊല്ലം പരവൂര് തീരദേശ റോഡിലൂടെയാണ് ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്തെ തന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട റോഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു കൊല്ലം പരവൂർ തീരദേശ റോഡ് തന്നെയാണ്. ഈ കൊല്ലം പരൂർ തീരദേശ റോഡിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ റോഡിലൂടെ പോകുമ്പോൾ ഒരു സൈഡിൽ അതിമനോഹരമായിട്ടുള്ള കടലും അതേസമയം തൊട്ടടുത്ത് മറു സൈഡിൽ നല്ല ശാന്തസുന്ദരമായിട്ടുള്ളൊരു കായലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കടലും കായലും കൂടെ ഒന്നു ചേരുന്ന ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ പൊഴി എന്ന് വിളിക്കുന്നത്. അങ്ങനെ കടലും കായലും കൂടെ ഒന്നു ചേരുന്ന ഒരു സ്ഥലത്തിനെ പൊഴിക്കര എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ ഒരു പൊഴിക്കരയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങ് ദൂരെ നോക്കുമ്പോഴത്തേക്കും വളരെ കളർഫുൾ ആയിട്ടുള്ള ബോട്ടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വള്ളങ്ങളും മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ആണ് അതെല്ലാം. റോഡിൻ്റെ ഇരുവശത്തും വളരെ കളർഫുൾ ആയിട്ടുള്ള കരകൗശല വസ്തുക്കളുടെ വിൽപ്പന നമുക്ക് കാണാനായിട്ട് സാധിക്കും. വർക്കല ക്ലിഫിലോട്ടുള്ള റൂട്ടിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോറിനേഴ്സിനെയൊക്കെ ഒരുപാടധികം കണ്ടു. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ളവരെക്കാളും ഫോറിനേഴ്സ് ആണല്ലോ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി വർക്കല ക്ലിഫിൻ്റെ എഡ്ജിൽ എത്തിയിരിക്കുകയാണ്. ഈ വളരെയധികം പ്രകൃതി രമണീയമായിട്ടുള്ള പച്ചപ്പും പരിതാപവും നിറഞ്ഞ ഈ ഒരു പ്രകൃതി വിസ്മയം തന്നെ ഒരുക്കുന്ന വർക്കല ക്ലിഫിലൂടെയുള്ള കാഴ്ചകൾ ഉറപ്പായിട്ടും നിങ്ങൾ വന്ന് കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. ഞങ്ങളിപ്പോൾ കൊല്ലം ബൈപ്പാസ് റൂട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ട് സൈഡിൽ കാണുന്നത് ട്രിവാൻഡ്രത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ലുലു മാൾ അഥവാ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആണ്. തീർച്ചയായിട്ടും തിരിച്ചു വരുന്ന വഴിയിൽ ലുലു മാളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. ഞങ്ങളിപ്പോൾ കറക്റ്റ് ട്രിവാൻഡ്രം ടൗണിൽ എത്തിയിരിക്കുകയാണ്. തൊട്ട് സൈഡിൽ കാണാനായിട്ട് സാധിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ട്രിവാൻഡ്രത്തെ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അഥവാ കേരള സർവകലാശാലയാണ്. ട്രിവാൻഡ്രത്ത് സൈറ്റ് സീയിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ട്രിവാൻഡ്രം സൂവിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഞങ്ങളിപ്പോൾ. ട്രിവാൻഡ്രം സൂ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല.
ട്രിവാൻഡ്രം സൂവിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് പോയപ്പോഴാണ് മറ്റൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. നിർഭാഗ്യവശാൽ ഞങ്ങൾ പോയത് തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ദിവസം എല്ലാ ആഴ്ചയും ട്രിവാൻഡ്രം സൂ അവധി എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. സൂവിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ വൈൽഡ് ആനിമൽസ് തന്നെയാണ് അല്ലേ. ഇപ്പോൾ ഇന്നത്തെ ഒരു വർക്കിംഗ് ഡേ അല്ല, ഹോളിഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് അകത്ത് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്നും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാത്തിനും ഒരു മറു സൈഡ്, അതായത് പോസിറ്റീവ് സൈഡും ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടെ ചെന്നിട്ട് അകത്ത് കയറിയിട്ട് ഇവിടുത്തെ ഗാർഡനൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കോവളം ബീച്ചിലോട്ടുള്ള വഴിയിലൂടെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ടൈം വേസ്റ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് അവിടെ നിന്ന് അധികം ടൈം സ്പെൻഡ് ചെയ്യാതെ നേരെ കോവളം ബീച്ചിലോട്ടുള്ള വഴിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോവളത്തോട്ടുള്ള റൂട്ടിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രിവാൻഡ്രത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ കണ്ടത്. ഇപ്പോൾ സമയം ഏകദേശം 1 മണി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടാവാം ഇനി തുടർന്നുള്ള യാത്ര എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഗാർലിക് നാൻ, പനീർ ബട്ടർ മസാല, മട്ടർ പനീർ, പിന്നെ ബട്ടർ നാനും ആണ്. പിന്നെ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഡെസേർട്ടായിട്ട് ഓർഡർ ചെയ്തത് കേസർ രാജ്ഭോഗും ഗുലാബ് ജാമുനും ആണ്. പക്ക പഞ്ചാബി ടേസ്റ്റിൽ ഫുഡ് സെർവ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള പഞ്ചാബി ധാബ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത്. സൂപ്പറാണോ മോളെ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടമായോ മോൾക്ക്? എങ്ങനെയുണ്ട് വീണ മോൾക്ക്? ഇഷ്ടമായോ? അടിപൊളി, സൂപ്പറാണ്. രണ്ടുപേർക്കും ഇഷ്ടമായി. നല്ല ടേസ്റ്റാണ്. ബട്ടർ മസാല അടിപൊളി. മോൾക്കോ? വീണ മോൾക്ക് ബട്ടർ മസാലയാണ്. സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ കുറേ നേരത്തെ നീണ്ട റോഡ് യാത്രയ്ക്കൊക്കെ ശേഷം ഞങ്ങൾ കോവളത്തെത്തിയിരിക്കുകയാണ്. ട്രിവാൻഡ്രത്തെ മെയിൻ സൈറ്റ് സീയിങ് സ്പോട്ടായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കോവളം ബീച്ച്. എന്തായാലും നമുക്ക് കോവളം ബീച്ചിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. പറ്റുമെങ്കിൽ നമുക്ക് ലൈറ്റ് ഹൗസും അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പിന്നെ ഒക്കുവാണെങ്കിൽ സമയവും സന്ദർഭമൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ബോട്ടിങ്ങും ഒന്ന് കവർ ചെയ്യാം. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എന്തുമാത്രം ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മറന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഹാങ് ഔട്ട് സ്പോട്ട് തന്നെയാണ് അല്ലേ ബീച്ച് എന്ന് പറയുന്നത്. ട്രിവാൻഡ്രത്തെ സൈറ്റ് സീയിങ് പ്ലേസസിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്ഥാനം തന്നെയാണ് കോവളം ബീച്ചിനുള്ളത്. കോവളം ബീച്ചിൻ്റെ മനോഹാരിത വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. വളരെയധികം പ്രകൃതി രമണീയമായിട്ടുള്ള ദൃശ്യവിസ്മയം ഒരുക്കുന്ന കോവളം ബീച്ചിൽ ലോകത്തെ നാനാഭാഗത്തു നിന്നുള്ള സന്ദർശകർ എല്ലാ വർഷവും വന്ന് ചേരാറുള്ളതാണ്. ഫാമിലി ആയിട്ട് സമയം ചെലവഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ട് തന്നെയാണ് തീർച്ചയായിട്ടും കോവളം ബീച്ച്. കോവളം ബീച്ചിൽ വ്യത്യസ്ത തരത്തിലുള്ള വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് അവർ ഒരുക്കിയിട്ടുണ്ട്. കയാക്കിംഗ്, പാരാസൈലിംഗ്, സീ സർഫിംഗ്, സ്കൂബ ഡൈവിംഗ് എന്നിങ്ങനെയും പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള സ്പീഡ് ബോട്ട് സർവീസസും ഇവിടെ ലഭ്യമാണ്. ഇവിടെ വന്നിട്ട് ബോട്ടിങ്ങിനൊക്കെ പോകാനായിട്ട് താല്പര്യമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ 1000, 2000, 3000, 4000 എന്നിങ്ങനെ മുകളിലോട്ട് പോകുന്ന പല റേറ്റിലുള്ള ബോട്ടിംഗ് സർവീസസിന് വേണ്ടിയിട്ട് പല ആളുകളും നിങ്ങളെ തേടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവരുടെ ഒരു നിരന്തരം ശല്യം മൂലം നമുക്ക് ഇവിടുത്തെ ഈ ഒരു കോവളം ബീച്ചിൻ്റെ സൗന്ദര്യം നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയില്ല. മാത്രമല്ല നമ്മളിനി അഥവാ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോയാൽ തന്നെയും നമ്മൾ ഈ കൊടുക്കുന്ന കാശിന് നമുക്ക് എത്രത്തോളം സേഫ്റ്റി കിട്ടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അവരവർ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അതൊന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കുക എല്ലാവരും. പ്രായമായിട്ടുള്ള ആളുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ബീച്ചിൻ്റെ സൗന്ദര്യം നിന്ന് ആസ്വദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വിത്ത് അംബ്രല ഒരു സീറ്റ് പ്രൊവൈഡ് ചെയ്ത് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ സീറ്റിന് 1 മണിക്കൂറത്തേക്ക് റേറ്റ് വരുന്നത് 150 രൂപയാണ്. ഇതാണ് ആ സീറ്റ്. നമ്മുടെ നാടിൻ്റെ ഈ ഒരു പ്രകൃതി ഭംഗി നമ്മളെക്കാളും ഫോറിനേഴ്സാണ് വന്ന് ആസ്വദിക്കുന്നത് എന്ന് പറയുന്നത് എന്തുമാത്രം വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയ്ക്ക് 2:30 മണിയായി. ദൈവാധീനം കൊണ്ട് അത്യാവശ്യം വെയിൽ കുറവാണ്, അത്രയും വെയിലില്ല. അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ് ഞങ്ങൾക്ക്. കോവളം ബീച്ച് സൈഡിലെ ഈ വഴിയിലൂടെ ഒക്കെ നടന്ന് ഇവിടുത്തെ ഈ സൗന്ദര്യം, കടലോരം നടന്നിട്ട് കടലിൻ്റെ സൗന്ദര്യവും ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് പോവാണ്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസ് ആണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്നൊക്കെ പോയിട്ട് നടക്കുന്ന രീതിയിലുള്ള കാഴ്ചകളും ലൈറ്റ് ഹൗസും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ കോവളം ബീച്ചിൻ്റെ സൈഡിലൂടെ നടപ്പാതയിലൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.
നടന്നങ്ങോട്ട് നീങ്ങുന്തോറും വളരെ കളർഫുൾ ആയിട്ടുള്ള കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരുപാട് കടകളും പിന്നെ വളരെ ഫ്രഷായിട്ട് സീയിൽ നിന്ന്, അതായത് കടലിൽ നിന്ന് ഫ്രഷായിട്ട് കൊണ്ടുവരുന്ന മീൻ ഉപയോഗിച്ചിട്ട് മീൻ വിഭവങ്ങൾ തയ്യാറാക്കുന്ന ഒരുപാട് അനവധി സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സും ടാറ്റു പാർലേഴ്സും പിന്നെ കോസ്മെറ്റിക്സും ഡ്രസ്സസും ഒക്കെ വിൽക്കുന്ന ഒരുപാട് കടകളാണ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വർക്കല ക്ലിഫിൽ പോയപ്പോൾ ഒരുപാട് അനവധി നമ്മൾ ഷോപ്പ് കണ്ടിരുന്നല്ലോ, അതിനൊക്കെ ഒരു ഗോവൻ വൈബായിരുന്നു. അതുപോലത്തെ ഒരു പക്കാ ഗോവൻ വൈബായിരുന്നു ഇവിടുത്തെ ഈ കോവളം ബീച്ച് സൈഡിലുള്ള ഈ കടകൾക്കെല്ലാം. സൂപ്പറായിട്ടുണ്ടല്ലേ നമ്മളെ. ഏതാണ് വീണമുള്ളയിൽ ഏതാണ്? സദ്യയുടെ ആണല്ലേ, കേരള സദ്യയുടെ. മുള്ളയിലോ ഒരു ബോട്ടിങ്ങിൻ്റെ ബാക്കിൽ തെങ്ങൊക്കെ ആയിട്ട് സൂപ്പറായിട്ടുണ്ടല്ലേ നമ്മളെ. വീണ്ടും അങ്ങോട്ട് നടന്നു നീങ്ങും തോറും പലതരത്തിലുള്ള ഷോപ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറേയൊക്കെ റിപ്പീറ്റ് ആയിട്ടുള്ള ഷോപ്സാണ്, അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്യാതിരുന്നത്. പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഐസ്ക്രീം പാർലേഴ്സും പിന്നെ പ്യുവർ സിൽവറിൽ നിർമ്മിച്ചിട്ടുള്ള കുറേ സിൽവർ ജ്വല്ലറീസും ഒക്കെ കിട്ടുന്ന ഷോപ്സ് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. തൊട്ടിപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും വളരെ കളർഫുൾ ആയിട്ടുള്ള കുറേ വള്ളങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ഇവിടുത്തെ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളും വള്ളങ്ങളുമാണ്. നല്ല ഫ്രഷ് സീ ഫുഡൊക്കെ ആസ്വദിച്ച് ഇവിടുത്തെ ഈ കടലിൻ്റെ ഭംഗിയൊക്കെ എൻജോയ് ചെയ്തിട്ട് ഫാമിലി ആയിട്ട് വന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് തീർച്ചയായിട്ടും കോവളം ബീച്ച്. അങ്ങ് ദൂരെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് ആണ്. ഞങ്ങളൊരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമയപരിധി മൂലം ഞങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് വിഴിഞ്ഞം ലൈറ്റ് ഹൗസിലോട്ട് പോകുന്നില്ല. അത് മറ്റൊരു വ്ളോഗിൽ തീർച്ചയായിട്ടും ഞാൻ എടുക്കുന്നതായിരിക്കും. നടന്നിങ്ങോട്ട് തിരിച്ചു വരുന്ന വഴി പ്യുവർ സിൽവർ ഉപയോഗിച്ചിട്ടുള്ള ജ്വല്ലറീസ് ഒക്കെ വിൽക്കുന്ന ഒരു കട കണ്ടു. ഇവിടുത്തെ ഈ സിൽവർ എത്രത്തോളം പ്യുവർ ആണെന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ജ്വല്ലറി എക്സ്പെൻസീവ് ആയിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണി നടന്നുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം ഹാർബർ ആണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ സ്ഥലമായിട്ടുള്ള, അതായത് തിരുവനന്തപുരം ജില്ലയിൽ നല്ലൊരു സൈറ്റ് സീയിങ്ങിന് പറ്റിയ രണ്ടാമത്തെ ഒരു സ്ഥലമാണ്. അതായത് സ്പിരിച്വലായിട്ടും നമുക്ക് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്, അല്ലാതെ ടൂറിസ്റ്റ് പ്ലേസുമായിട്ട് നല്ലൊരു സ്ഥലമാണ്. ആഴിമല ശിവക്ഷേത്രം എന്ന് പറയും. അപ്പോൾ അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ശിവഭഗവാന്റെ പ്രതിമ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ശിവൻ്റെ വലിയൊരു പ്രതിമയുണ്ട്, പിന്നെ അതിൻ്റെ ബാക്കിൽ ഫേസ് ചെയ്തിട്ട് വലിയൊരു ബീച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് അവിടെ മേളിൽ ചെന്നിട്ട് ശിവഭഗവാന്റെ പ്രതിമയും ബാക്കിലുള്ള ബീച്ചും ഒക്കെ ഒന്ന് കണ്ടുവരാം. അതിൻ്റെ തൊട്ട് ചേർന്നിട്ട് ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും ഒന്ന് ഞാൻ ഓടിച്ച് കാണിക്കാം നിങ്ങളെ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഴിമല ശിവക്ഷേത്രമാണ്. അപ്പോൾ ഈ ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് 2-3 മരങ്ങളിൽ കുറേ തൊട്ടിൽ കെട്ടിയിട്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ കുട്ടികളൊക്കെ ഉണ്ടാവാത്തവർ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും എന്നാണ്. ഈ ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രത്തോളം വൈബ്രൻ്റ് ആയിട്ടുള്ള കുറേ കളറുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഗോപുരം ആണെങ്കിലും അതെ, പിന്നെ അതിൻ്റെ അമ്പലത്തിന് ചുറ്റുമുള്ള ആ ഒരു കൊത്തുപണി തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ 20 രൂപയുടെ ഒരു ടിക്കറ്റ് കൗണ്ടർ, ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഈ ഫേമസ് ആയിട്ടുള്ള ആഴിമല ശിവഭഗവാന്റെ ഈ ഒരു ശിവ സ്റ്റാച്ചു കാണാനായിട്ട് സാധിക്കും. 58 അടി ഉയരമുള്ള ഗംഗാദേശ്വര രൂപത്തിലുള്ള ഈ ഒരു ശിവഭഗവാന്റെ സ്റ്റാച്ചു മുഴുവനായിട്ടും നിർമ്മിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടാണ്. കാറ്റിൽ പറക്കുന്ന ശിവഭഗവാന്റെ ജടയിൽ ഗംഗാദേവിയെ ചൂടിക്കൊണ്ടിരിക്കുന്ന ഭീമമായിട്ടുള്ള വളരെ പ്രൗഢിയോടുകൂടിയുള്ള ഈ ഒരു 58 അടി ഉയരമുള്ള ശിവഭഗവാന്റെ സ്റ്റാച്ചു തീർച്ചയായിട്ടും ഈ ഒരു ആഴിമല ശിവക്ഷേത്രത്തിലെ പ്രൗഢി ഉയർത്തിപ്പിടിക്കുന്നത് തന്നെയാണ്. ഈ വലിയ ശിവ സ്റ്റാച്ചുവിൻ്റെ തൊട്ടടുത്ത് ഈ കാണുന്ന ക്ഷേത്രമാണ് നമ്മൾ നേരത്തെ വെളിയിൽ നിന്ന് കണ്ടത്. അപ്പോൾ അകത്ത് നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രൗഢഗംഭീരമായിട്ടുള്ള ശിവഭഗവാന്റെ സ്റ്റാച്യൂയുടെ തൊട്ട് ബാക്കിൽ നീണ്ടു നിവർന്ന് നീല കളറിൽ ശാന്തസുന്ദരമായിട്ടുള്ള ആഴിമല ബീച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ആഴിമല ക്ഷേത്രത്തിൽ വരാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയം വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയിരിക്കും. കാരണം അല്ലാത്ത സമയം വന്നു കഴിഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന ചൂടായിരിക്കും. മാത്രമല്ല ഇവിടുത്തെ സൗന്ദര്യം മുഴുവനായിട്ട് നമുക്ക് ആസ്വദിക്കാനും സാധിക്കുകയില്ല.
ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രം എയർപോർട്ട് റോഡാണ്. അതായത് കന്യാകുമാരിയിലോട്ട് പോകുന്ന ട്രിവാൻഡ്രം എയർപോർട്ട് റോഡാണ്. റോഡിൻ്റെ സൈഡിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ശംഖുമുഖം ബീച്ചാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശംഖുമുഖം പാർക്കാണ്. ഈ ശംഖുമുഖം പാർക്കിൻ്റെ അകത്ത് വലിയ വലിയ കുറേ സ്റ്റാച്യൂസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ലേഡിയുടെ സ്റ്റാച്യു ഉണ്ട്, പിന്നെ അത് കൂടാതെ ഒരു ഹെലികോപ്റ്ററിൻ്റെയും പ്ലെയിനിൻ്റെയും ഒക്കെ സ്റ്റാച്യൂസും ഉണ്ട്. ഈ ശംഖുമുഖം പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ട് നേരെ ഓപ്പോസിറ്റ് ശംഖുമുഖം ദേവി ക്ഷേത്രവും സ്ഥിതി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വെട്ടിക്കാട് ചർച്ചാണ്. ഈ പ്രൗഢഗംഭീരമായിട്ടുള്ള വെട്ടിക്കാട് ചർച്ചിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് റോമൻ ഗോത്തിക് ഇന്ത്യൻ സ്റ്റൈലിലായിട്ടാണ്. അടുത്ത ലൊക്കേഷനായിട്ടുള്ള ട്രിവാൻഡ്രത്തെ തന്നെ മെയിൻ സൈറ്റ് സീയിങ് അടുത്തൊരു സ്ഥലമാണ് വേളി പാർക്കും ബീച്ചും. ഇതാ നേരെ കാണുന്ന അങ്ങോട്ടാണ്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് ഹെഡ് ചെയ്യാം. ഈ കാണുന്നതാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ്. എന്തായാലും നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാം, എന്നിട്ട് മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ വേളി ടൂറിസ്റ്റ് വില്ലേജിലെ പല ഡീറ്റെയിൽസും സമയവും ടിക്കറ്റ് ചാർജും ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആവശ്യമുള്ളവർക്ക് വീഡിയോ പോസ് ചെയ്ത് നോക്കാം. ഞങ്ങളുടെ ടിക്കറ്റിന് 60 രൂപയായി. അതായത് ഒരാളുടെ ടിക്കറ്റ് ചാർജ് 20 രൂപയാണ്. എന്തായാലും നമുക്ക് ഈ ഒരു വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ അകത്ത് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. കയറുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഗാർഡനാണ് കാണാനായിട്ട് സാധിക്കുന്നത് 2 സൈഡിലും. പിന്നെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കയറി വരുമ്പോൾ തന്നെ. അകത്തോട്ട് പോകും തോറും നമുക്ക് കുറേ ഗാർഡനൊക്കെ വീണ്ടും വീണ്ടും കാണാനായിട്ട് സാധിക്കും. പിന്നെ കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. എന്തായാലും അവർ ഈ ഗാർഡനൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ചൂട് സമയത്ത് തന്നെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. കാരണം ഒരുപാട് തണൽ ഇവിടെ കിട്ടും, ഒരുപാടധികം മരങ്ങളും പച്ചപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ. ഈ വേളി ടൂറിസ്റ്റ് വില്ലേജിൽ ബോട്ടിംഗ് സർവീസൊക്കെ ധാരാളമായിട്ട് ലഭ്യമാണ്. ബോട്ടിങ്ങിന് ഒരാൾക്ക് ചാർജ് വരുന്നത് 100 രൂപയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ബോട്ടിംഗ് സർവീസ് അവർ നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം ബോട്ടിങ്ങിന് പോകാനുള്ള ആ ഒരു വെള്ളത്തിൽ ഫുള്ള് പായൽ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ തൊട്ടടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു മിനിയേച്ചർ റെയിൽവേ സ്റ്റേഷൻ കാണാനായിട്ട് സാധിക്കും. ഒരു മിനി ട്രെയിൻ റൈഡൊക്കെ ഉണ്ട് ഈ ഒരു വേളി പാർക്കിൻ്റെ അകത്ത്. ബോട്ടിങ്ങും വാട്ടർ സ്പോർട്സും ആണ് ഇവിടുത്തെ മെയിനായിട്ട് വരുന്ന ആക്ടിവിറ്റീസ്. പിന്നെ നേരെ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും കൊച്ചു കുട്ടികൾക്കൊക്കെ വന്ന് കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കും കാണാനായിട്ട് സാധിക്കും. അവിടെ അത്യാവശ്യം ചെറിയ റൈഡ്സൊക്കെ ഉണ്ട്, ഊഞ്ഞാലൊക്കെ ഉണ്ട്. അതാണ് എനിക്ക് മെയിനായിട്ട് ഇവിടെ അകത്ത് വന്നപ്പോഴത്തേക്കും കാണാനായിട്ട് സാധിച്ചത്. പിന്നെ കുറേ ഗാർഡൻ ഏരിയയും ഫ്ലവേഴ്സും ഒക്കെ കാണാനായിട്ട് സാധിച്ചു. ഈ സൈഡിൽ കാണുന്ന വെള്ളത്തിലൂടെയാണ് അവർ ബോട്ടിംഗ് സർവീസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാറുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാടധികം പായലാണ്. പിന്നെ വീണ്ടും അങ്ങോട്ട് നടന്നു പോകുമ്പോഴത്തേക്കും കുറേ മരങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വലിയ വലിയ നല്ല പഴക്കമുള്ള വേരുകളൊക്കെ ഉള്ള മരങ്ങളാണ് കാണാനായിട്ട് സാധിച്ചത്. ഇവിടുന്ന് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലോട്ട് എത്താനായിട്ട് സാധിക്കും ഈ ഒരു പാതയിലൂടെ. തൽക്കാലത്തേക്ക് ഞങ്ങൾ ബീച്ച് ഒരുപാട് കവർ ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോയില്ല. പിന്നെ ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അവർ കുറേ സീറ്റിംഗ് സ്പേസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ യാത്ര തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ തിരിച്ചു വരുന്ന വഴി ഇവിടുത്തെ ഈ ട്രിവാൻഡ്രം ലുലു മോളിൽ കയറുമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ലുലു മോളിൽ ആദ്യമേ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് അകത്തോട്ട് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ അവസാനം ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ലുലു മോളിൽ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്, ഹാങ് ഔട്ട് സ്പോട്ടാണ് ലുലു മോള്. അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട്. എന്തായാലും ലുലു മോളിലെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും നമുക്ക് ഓവറോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കറങ്ങി കാണാം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള സമയമില്ല, കാരണം വൺ ഡേ ആയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നത്. എന്തായാലും ഓവറോൾ ഒന്ന് കാണിക്കാം ലുലു മോൾ നിങ്ങളെല്ലാവരെയും. ഏഷ്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് അഥവാ രണ്ടാമത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോളാണ് ട്രിവാൻഡ്രത്തുള്ള ഈ ഒരു ലുലു മോള്. 1,85,800 സ്ക്വയർ ഫീറ്റ് ചതുരശ്രീ വരുന്ന ഈ ഒരു ലുലു മോളിൽ 300-ൽ പരം ലോകോത്തര നിലവാരം പുലർത്തുന്ന നാഷണൽ ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ ലഭ്യമാണ്.
ലുലു മോളിൻ്റെ ഫുഡ് കോർട്ടിൽ വരുമ്പോഴത്തേക്കും വളരെ ഫേമസ് ബ്രാൻഡ്സ് ആയിട്ടുള്ള സബ്വേ, KFC, നാഗാസ്, നോർത്ത് എക്സ്പ്രസ് ചിക്കിൻ, പിന്നെ റൈസ് ആൻഡ് നൂഡിൽസ്, ഊട്ടുപുര എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഫുഡ് ഔട്ട്ലെറ്റ്സ് കാണാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് ഇവിടുത്തെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടുത്തെ അമൂൽ ഐസ്ക്രീമിൻ്റെ ഔട്ട്ലെറ്റിൽ ഒരു ഐസ്ക്രീം ട്രൈ ചെയ്യാമെന്ന് തീരുമാനിച്ചു. 60-ൽ പരം ഐസ്ക്രീം ഫ്ലേവേഴ്സ് ലഭ്യമായിട്ടുള്ള അമൂൽ ബ്രാൻഡിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ അല്ലേ. ഏതൊക്കെ പുതിയ ഐസ്ക്രീം ബ്രാൻഡ് വന്നാലും പോയാലും അമൂൽ എന്ന് പറയുന്ന ഐസ്ക്രീമിൻ്റെ ബ്രാൻഡ് വേറെ ലെവലാണ് ടേസ്റ്റ്. ഇവിടെ ഡിഫറെൻറ്റ് സൈസിലുള്ള കപ്പിലും കോണിലും ഒക്കെ ഐസ്ക്രീം ലഭ്യമാണ്. ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഫ്ലേവേഴ്സ് ഐസ്ക്രീമിൻ്റെ ഇവിടെ കണ്ടപ്പോഴത്തേക്കും ഇതിൽ ഏത് ഓർഡർ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നല്ല രീതിയിൽ ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ടായിരുന്നു. അവസാനം അമൂലിൻ്റെ തന്നെ ഒരു സിഗ്നേച്ചർ ഫ്ലേവർ ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി എന്ന് പറയുന്ന ഒരു ഫ്ലേവറാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ടോപ്പിംഗ്സ് ആയിട്ട് ചോക്കോ ചിപ്സും ആഡ് ചെയ്തു ഞങ്ങൾ 3 പേരും. അപ്പോൾ ഇതാണ് അമൂലിൻ്റെ ചോക്കോ ബ്രൗണി വിത്ത് ചോക്കോ ചിപ്സിൻ്റെ കോണ്. എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇവിടുത്തെ അമൂൽ ഔട്ട്ലെറ്റിലെ ഐസ്ക്രീംസ് നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആണ്, പക്ഷേ ആ മാതിരിയുള്ള ക്വാണ്ടിറ്റിയും ഉണ്ട്. വളരെയധികം ടേസ്റ്റി ആയിരുന്നു, ഡെലീഷ്യസ് ആയിരുന്നു, നല്ല ചോക്ലേറ്റി ഫ്ലേവർ ഉണ്ടായിരുന്നു. ക്വാണ്ടിറ്റി അത്യാവശ്യം നല്ല ഹെവി ക്വാണ്ടിറ്റിയും ആയിരുന്നു. പിന്നെ ആ ചോക്കോ ചിപ്സിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ കൂടെ വന്നപ്പോഴത്തേക്കും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ചോക്ലേറ്റ് ലവേഴ്സിന് ഉറപ്പായിട്ടും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ട്രിവാൻഡ്രം ട്രാവൽ വ്ളോഗ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ട്രിവാൻഡ്രം വ്ളോഗ് ഒരിക്കലും നമുക്ക് ഒന്നായിട്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ 5-6 വീഡിയോസ് ഡിവൈഡ് ചെയ്തിട്ട് ഇടയ്ക്ക് ഞാൻ ഷഫിൾ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് സ്പോട്ടായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.